അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മമ്മി ആൻഡ് മീ മോക്സി. 2-3 ദിവസമായല്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇന്ന് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഡേ ആണ്. ഒരുപാട് കാലമായി ഇത്രയും സമയം ഞാനൊരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നാളെ എൻ്റെ സിസ്റ്റർ റിയാദിലോട്ട് പോവാണ്. അവളും അവിടെ ഓൾ ഫാമിലിയും ഉണ്ട്. മോർണിംഗിന് ഷോപ്പിങ്ങിന് ഇറങ്ങുമെന്ന് പറഞ്ഞ ടീമാണ് കേട്ടോ ഞങ്ങൾ. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. അങ്ങനെ ആദ്യം തന്നെ അവൾക്ക് എടുക്കാന്ന് കരുതി. ആ സമയത്ത് ഇതാ നമ്മുടെ ജസ ബേബി എന്തൊക്കെയോ തൊട്ട് കാണിക്കുന്നുണ്ട്. സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അവിടെ പല്ലാകെ ചീത്തയായിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഏകദേശം എല്ലാവരും കടന്നും മറിഞ്ഞും തിരിഞ്ഞൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ അവർ ട്രയൽ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഒരെണ്ണം സെറ്റായി. അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ. ഡ്രസ്സിന്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് കോംപ്രമൈസ് ഇല്ലല്ലോ. അങ്ങനെ എല്ലാവരും നല്ല ഷോപ്പിങ്ങിന് തിരക്കിലായപ്പോൾ ഞാൻ മെല്ലെ ഇക്കാൻ്റെ അടുത്ത് പോയിട്ടോ. വേറെ ഒന്നല്ല, ഇക്കാക്ക് ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഞാനും ഇക്കായും ഏകദേശം എല്ലാ ടൈമിലും ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വരാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇക്കാക്ക് ടാബ്ലറ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഷോപ്പിങ്ങിന് പോയിട്ടോ. അങ്ങനെ കൂടെ വന്നവരെ തപ്പിപ്പോയപ്പോഴാണ് അവരിതാ സാലോണിൽ എത്തിയിട്ടുണ്ട്. മക്കൾസിന്റെ മുടിയൊക്കെ അതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. എന്താണെന്ന് അറിയില്ല, എല്ലാ മക്കൾക്കും ഈ ഒരു ഷോപ്പിൽ നിന്ന് മുടി കട്ടണം ഭയങ്കര ഇഷ്ടമാണ്. അത് ഷോപ്പിന്റെ കട്ടിങ് കൊണ്ടാണോ അതോ അവിടുത്തെ സ്റ്റാഫിന്റെ ഭംഗി കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ഏകദേശം നല്ല സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. മോളുടെ ഹെയർ കട്ടിങ്ങിന് ഏകദേശം 900 റുപ്പീസായി. എന്നാലും അവൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഭാഷ ചെയ്ത് കട്ട് ചെയ്തത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവിടെ കട്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തപ്പോഴേക്കും ജസാ ബേബിയും സ്കോഡും ഇതാ അവരുടെ പ്ലേസിലെത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ്സും എന്തൊക്കെയോ വാങ്ങാനുള്ള പ്ലാനിലാണ് ആള് കയറുന്നത്. പുറത്ത് പോയിട്ട് എന്ത് വേണമെന്ന് പറഞ്ഞാലും സജുകാക്കും അത് എങ്ങനെങ്കിലൊക്കെ റെഡിയാക്കുന്ന അവർക്കറിയാം. ഇനി വാങ്ങാൻ പോകുന്ന സാധനങ്ങളും വരുന്ന ബില്ലും അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. എല്ലാവരും ഓരോ കിൻഡർ ജോയിന്റ് ചോക്കോ ബോൺസും അതേപോലെ എന്തൊക്കെയോ ക്യാൻഡീസും വാങ്ങിയിട്ടുണ്ട്. അവരോരോന്ന് എടുക്കുന്ന ടൈമില് ഞാനിതാ ഇവിടെയുള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. നമ്മുടെ ജസാ ബേബി ഏതെടുക്കണം ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. അങ്ങനെ മക്കളെയും കൊണ്ട് ക്യാൻഡീസൊക്കെ വാങ്ങി വന്നിട്ടും ഹെയർ കട്ടിങ് ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാണ്. അപ്പോഴാണ് കേട്ടോ മുമ്പിലിരിക്കുന്ന മിറർ ശ്രദ്ധിക്കുന്നത്. മിറർ കിട്ടിയ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ ഒരു കൂതറ ലുക്കിലുള്ള മിറർ വീഡിയോസും മിറർ ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ ദീദി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുഖത്ത് ചിരി കണ്ടില്ലേ, ആള് ഉദ്ദേശിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ സാലൂണിന് ഇറക്കി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് നേരെ ഷൂ എടുക്കാനാണ് പോയത്. ഇത് ഈടായിട്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത കടയാണ് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഷോപ്പിൽ കയറുന്നത്. അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഡ്രസ്സൊക്കെ എല്ലാവർക്കും അവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടാണ് ഇവരുടെ കൂടെ ഇരിക്കുന്നതെന്ന്. എല്ലാവരും എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പീസ്, സാധാരണ 3-4 പീസൊക്കെ കഴിക്കണം ഞാൻ, എന്താ ഒരു പീസിൽ ഒതുക്കിയെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു നൈറ്റ് അടിപൊളിയായിട്ടോ. മക്കളുടെയൊക്കെ കൂടെ നല്ല കളറാക്കി. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.